യേശുവിൻ്റെ രാഷ്ട്രീയം ഒരു ചെറിയ പരിചയപ്പെടുത്തൽ മാത്രം. ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിലും ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും മനുഷ്യൻ ചിന്തിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതും ശ്വസിക്കുന്നതും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ യേശുവിന് രാഷ്ട്രീയമുണ്ടായിരുന്നുവെങ്കിൽ അതെപ്രകാരമുള്ള രാഷ്ട്രീയമായിരുന്നു, ആ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സത്ത എന്തായിരുന്നു എന്ന് അല്പം ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളും അപ്രകാരം കരുതും എന്ന പ്രത്യാശ എനിക്കുണ്ട്. യേശുവിന് രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് ഞാൻ സൂചിപ്പിച്ചാൽ അതിനോട് തികച്ചും നിഷേധാത്മകമായി മാത്രമേ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പ്രതികരിക്കുവാൻ ഇടയുള്ളൂ എന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റി ഉള്ള എൻ്റെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വളരെ ലളിതമായ ധാരണകൾ എന്താണ് എന്ന് ഏവരുമായി പങ്കിടുന്നത് പ്രസക്തമാണ്, പ്രയോജനപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. യേശുവിന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ടായിരുന്നുവോ? തീർച്ചയായും ഇല്ലായിരുന്നു. യേശു ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിന്നില്ല, പ്രചരണം നടത്തിയില്ല, കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചില്ല, വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചില്ല, എതിരാളികളെ ജയിലിലടച്ചില്ല, മറ്റുള്ളവരെ മരവിപ്പിച്ച് ജയിച്ചില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയം യേശുവിനില്ലായിരുന്നു, യാതൊരു സംശയമില്ല. എന്നാൽ അതാണ് രാഷ്ട്രീയമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് രാഷ്ട്രീയമല്ല, ഇത് രാഷ്ട്രീയത്തിൻ്റെ പേക്കോലമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് വിസമ്മതിക്കാൻ മനസാക്ഷിയുള്ള അല്പം ചരിത്രബോധമുള്ള ആർക്കെങ്കിലും സാധ്യമാണോ? ഇന്ന് നാം രാഷ്ട്രീയത്തെ നമ്മുടെ നെറുകയിൽ വച്ചിരിക്കുന്നുവെങ്കിലും രാഷ്ട്രീയമെന്നാൽ എന്താണ് എന്നറിയുവാൻ അധികം ആളുകൾ കൂട്ടാക്കുന്നില്ല എന്നത് നാം ജീവിക്കുന്ന ഒരു വലിയ വിരോധാഭാസം തന്നെയാണ്. അതുകൊണ്ട് തിരിച്ചറിയുവാൻ നമ്മുടെ ഒരുമിച്ചുള്ള ഈ ചിന്ത വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നാം രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം എടുക്കുന്നത് കൊണ്ട് രാഷ്ട്രീയം എന്താണ് നമുക്കറിയാം എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ആവേശം അറിവിൻ്റെ അളവുകോൽ ആകണമെന്നില്ല. പലപ്പോഴും ആവേശം അറിവിൻ്റെ വെളിച്ചത്തെ കെടുത്തുവാൻ സഹായിക്കുന്നതാണ് എന്നൊരു യാഥാർത്ഥ്യം അനുഭവത്തിൽ കൂടെ അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ സാക്ഷീകരിപ്പാൻ എനിക്ക് ചുമതലയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അവൻ സമചിത്തത പാലിക്കുവാൻ പഠിക്കണമെന്നും വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ആത്മസംയമനം പാലിപ്പാനും ശ്രദ്ധിക്കണമെന്നുമൊക്കെ ഉപദേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവേശകരമായി പ്രവർത്തിക്കുവാൻ എത്രമാത്രം ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ആവേശത്തെ വെടിഞ്ഞ് ശാന്തമായി മനസ്സേകാഗ്രമായി ധ്യാനിപ്പാനും അവൻ ആവശ്യമുണ്ട്. ഇപ്പോൾ നാം ആരാധന എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം, ആരാധനയും അധ്വാനവും തമ്മിലുള്ള ബന്ധമാണ്. ആരാധന അധ്വാനത്തെ പൂർത്തീകരിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ദൈവം വിഭാവന ചെയ്തത് എന്നാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം നമ്മെ അറിയിക്കുന്നത്. ആരാധനയില്ലാത്ത അധ്വാനവും അധ്വാനമില്ലാത്ത ആരാധനയും അനാരോഗ്യപരമാണ് എന്നതാണ് ഇതിൻ്റെ വാസ്തവം. അത് എൻ്റെ മുഖ്യ വിഷയമല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു? നമുക്കറിയാം, യേശുവിൻ്റെ ജനനം തൊട്ട് മരണം വരെ രാഷ്ട്രീയം അതിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. കന്യാമറിയാമിന്
അവൾക്ക് സമയമായപ്പോൾ പ്രസവിക്കുവാനൊരിടമില്ലാതെ വന്നതിൻ്റെ കാരണം അങ്ങ് ദൂരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് റോമ പട്ടണത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അവൻ ജനസംഖ്യ കണ്ടുപിടിക്കുന്നതിനൊരു ഉത്തരവിട്ടു എന്നതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് പ്രസവിക്കുവാനിടവില്ലാതെ വന്നത്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും രാഷ്ട്രീയം സ്പർശിക്കുന്നു എന്നത് നാം തിരിച്ചറിയണം എന്ന ഒരു സൂചനയാണ്. പിന്നെ യേശുവിൻ്റെ മരണത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയം മാത്രമല്ല, മതത്തിൻ്റെ രാഷ്ട്രീയം. അതേറ്റവും മാരകമായ രാഷ്ട്രീയമാണ് എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നുവെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥയിലാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ രാഷ്ട്രീയം എത്രമാത്രം ഹൃദയശൂന്യമാണ്, ഘോരമാണ് എന്ന് നമുക്ക് അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മതപരമായ പ്രഖ്യാപനങ്ങളിൽ, പ്രഘോഷണങ്ങളിൽ പരാമർശിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെയും അനുഭവങ്ങളെയും പറ്റി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ചുമതലയും ആവശ്യമുള്ളത് എന്ന് ഈ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ യേശുവിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ അന്തസത്ത എന്താണ് എന്നത് സൂചിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഞാൻ അതുകൊണ്ട് ആ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ട് വിധത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ താണതരത്തിലുള്ള സ്വഭാവം, ദ ലോ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അതിനെ എത്ര സമർത്ഥമായി ചൂഷണം ചെയ്യാം എന്നുള്ള അന്വേഷണത്തെ കേന്ദ്രീകരിച്ച് സജ്ജമാക്കുന്ന, പ്രവർത്തിക്കുന്ന, സ്വയം നിലനിർത്തുന്ന രാഷ്ട്രീയം. വർഗീയ രാഷ്ട്രീയം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അത് മാത്രമല്ല ഒരു ഉദാഹരണം, പക്ഷേ നമുക്ക് ഏറ്റവും ഇപ്പോൾ പരിചിതമായത് വർഗീയ രാഷ്ട്രീയമായതുകൊണ്ട് ഞാനങ്ങനെ പറയുകയാണ്. ഈ വർഗീയ രാഷ്ട്രീയത്തിൽ മതം ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും മതത്തെ ഉപയോഗിക്കുന്നത് ആ മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് സ്വയം കരുതുന്ന എല്ലാ വ്യക്തികളുടെയും ഏറ്റവും തരം താണ വികാരങ്ങളെയും താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും സ്പർശിച്ചിട്ട് ഉണർത്തിയിട്ട് അവയൊക്കെയും കോർത്തിണക്കി അവരുടെ തന്നെ അടിമത്വത്തിൻ്റെ ചങ്ങല ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായി വരുമ്പോഴേക്കും സമയമേറെ വൈകിയിരിക്കും. ഇത് ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൻ്റെ മതവും ഒന്നായിത്തീരുമ്പോൾ സംഭവിക്കുന്ന ആത്മീകമായ കാളരാത്രിയാണ് എന്നൊരു യാഥാർത്ഥ്യം ഏറ്റവും സ്പഷ്ടമായി എനിക്ക് മനസ്സിലാകുവാൻ ഇടയാകുന്നത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന, വളർന്നുകൊണ്ടേയിരിക്കുന്ന, നമുക്ക് ഏവർക്കും ചിന്താഭാരം ഉണർത്തുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഏവർക്കും ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായ ധാരണകൾ പ്രാപിപ്പാൻ അനായാസമായി കഴിയുമെന്ന പ്രത്യാശ എനിക്കുണ്ട്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ സമീപനം തന്നെയാണ്. ഇപ്പോൾ ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭാരതത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ നാം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മഹാത്മാഗാന്ധിയെ പഠിക്കുകയോ BR അംബേദ്കറെ പഠിക്കുകയോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നാം ഏറ്റവും കാര്യക്ഷമമായി പഠിക്കേണ്ടത് ഹിറ്റ്ലർ ആരായിരുന്നുവെന്നും ഹിറ്റ്ലറുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും അതിന് അദ്ദേഹം ഉപയോഗിച്ച മാർഗങ്ങൾ എന്തായിരുന്നുവെന്നും തന്ത്രങ്ങൾ എന്തായിരുന്നുവെന്നുമാണ്. ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഏറ്റവും മൃഗീയമായ വികാരങ്ങളെ ഏറ്റവും സമൃദ്ധമായി എപ്രകാരം കയ്യിലെടുക്കാമെന്നും അതുകൊണ്ടൊരു ജനതയെ മുഴുവനും തൻ്റെ കാഴ്ചയാക്കിയിട്ട് അവരെ കൊണ്ട് ഏത് അധർമ്മവും ചെയ്യിക്കാമെന്നുമുള്ള അന്വേഷണമാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഹിറ്റ്ലർ പ്രചാരണത്തിന്, പ്രോപ്പഗൻഡയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാംഫ്
മൈ സ്ട്രഗിൾസ്, എൻ്റെ തത്രപ്പാടുകൾ അല്ലെങ്കിൽ എൻ്റെ ശ്രമങ്ങൾ എന്ന പുസ്തകം വായിച്ചാൽ ഇത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഹിറ്റ്ലറിന് ഏറ്റവും കടപ്പാടുണ്ടായിരുന്നത് ഒരു ഫ്രഞ്ച് ചിന്തകനായിരുന്ന, അതായത് ദ ക്രൗഡ് എന്ന പുസ്തകം 1911 എൻ്റെ ഓർമ്മ, എഴുതിയ ഗുസ്താവ് ലിബോൺ എന്ന ഒരു ചിന്തകൻ. അദ്ദേഹമാണ് ഒരു ജനനേതാവ് അവരുടെ വികാരങ്ങളെ എത്ര സമർത്ഥമായി ഉണർത്തി അവയെ അഴിച്ചുവിട്ട് അക്രമാസക്തമായി ജനത്തെ നിയന്ത്രിച്ച് പ്രോപ്പഗാൻഡയിൽ കൂടെ, പ്രധാനമായും പ്രോപ്പഗാൻഡയിൽ കൂടെ, അങ്ങനെ നേതാവിന് തൻ്റെ അധികാരത്തിൻ്റെ കസേര ദീർഘകാലം അരക്കിട്ടുറപ്പിച്ച് സംരക്ഷിക്കുവാൻ കഴിയുമെന്ന വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് അതിൽ പ്രോപ്പഗാൻഡയുടെ സ്ഥാനം എന്ത് എന്ന് ഹിറ്റ്ലറെ പഠിപ്പിച്ച ഹിറ്റ്ലറുടെ രാഷ്ട്രീയ വേദപുസ്തകമാണ് ദ ക്രൗഡ് എന്ന് പറയുന്ന ഗുസ്താവ് ലിബോൺ എന്ന ഫ്രഞ്ച് ചിന്തകൻ്റെ പുസ്തകം. നിങ്ങൾക്കത് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്, ദൂരേക്കും പോകണ്ട. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും തറ വികാരങ്ങൾ സമർത്ഥമായി ഉണർത്തുകയും അവയെ ക്രോഡീകരിച്ച് തൻ്റെ പബ്ലിക് ഇമേജിൻ്റെ ഒരു പുറംചട്ടയായി അണിഞ്ഞുകൊണ്ട് നടന്ന് ഏതക്രമവും ചെയ്ത് അത് രാഷ്ട്രീയ ലാഭമായി പരിവർത്തനം ചെയ്യാൻ എപ്രകാരം സാധിക്കും, അതിനവലംബിക്കേണ്ട മാർഗവും തന്ത്രങ്ങളും എന്താണ് എന്നതാണ് ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിലും സ്ഥിതി ചെയ്ത് രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഭാരതത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ ഒട്ടുമുക്കാലും ഇത് തന്നെയായിരുന്നു. ഇതിൻ്റെ ആക്കത്തിൽ, ഇതിൻ്റെ തൂക്കത്തിൽ ഏറെക്കുറച്ചിലുണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ തോതിൽ ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന മർമ്മം ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് യേശു പറയുന്നത്. അതെന്താണ്? ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മനുഷ്യൻ്റെ മൃഗീയവും ഹീനവുമായ വികാരങ്ങളെയും താല്പര്യങ്ങളെയും ചായ്വുകളെയും ചൂഷണം ചെയ്യുന്നതിന് പകരം മനുഷ്യൻ്റെ ഉദാത്തമായ വികാരങ്ങളെയും മൂല്യങ്ങളെയും താല്പര്യങ്ങളെയും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്തെ പ്രയോജനപ്പെടുത്തി അവൻ്റെയും അവനുൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ആകമാനമായ നല്ല സാധ്യതകളെ വളർത്തിയെടുക്കുവാൻ, അതെല്ലാവർക്കും അനുഗ്രഹമായി തീരത്തക്കവണ്ണം, ആരെയും തഴയാതെ ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവർക്കും അവരർഹിക്കുന്ന വില നൽകി, അവസരങ്ങൾ നൽകി. മനുഷ്യൻ്റെ വില ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ് എന്നതുകൊണ്ട് അതിനെപ്പറ്റി വിലപേശുവാൻ ആർക്കും അവകാശമില്ല എന്ന ആത്യന്തികമായ സത്യത്തെ മാനിച്ചുകൊണ്ട് നടത്തുന്ന പ്രക്രിയയുണ്ട്. അതാണ് രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യനെ അവൻ്റെ പ്രാകൃതമായ സ്വഭാവത്തിൽ നിന്ന്, അവൻ്റെ മൃഗീയമായ പ്രവണതകളിൽ നിന്ന്, അവൻ്റെ തരം താണ ചായ്വുകളിൽ നിന്ന്, ചരിവുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും അവൻ്റെ ഉള്ളിലുള്ള നല്ല സാധ്യതകളെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതും, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവനും അവൻ്റെ സമൂഹത്തിനും നിരന്തരമായി പുരോഗമിക്കുവാനും ആ പുരോഗമനത്തിൻ്റെ ഫലങ്ങളെ ആസ്വദിപ്പാനുമായിട്ടുള്ള അവകാശ സംരക്ഷണമാണ് രാഷ്ട്രീയം എന്ന ഒരു സങ്കല്പമാണ് യേശു വച്ചു പുലർത്തിയത് എന്ന് സുവിശേഷങ്ങൾ അല്പം ശ്രദ്ധ വെച്ച് വായിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. കാരണം യേശു ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്കറിയാം, വിശ്വപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്: കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞു വെച്ചതാണ് എന്നതൊരു പക്ഷേ പല ആളുകളും മനസ്സിലാക്കുന്നില്ല.
കൈസർക്കുള്ളത് എന്താണ് കൊടുക്കേണ്ടത്? നാം കൈസർക്ക് കൊടുക്കേണ്ടത് എന്താണ്? പ്രത്യക്ഷമായി പറയുമ്പോൾ കരമാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കൂറ് കൊടുക്കണം, ലോയൽറ്റി, ഇത്രയും നമുക്കറിയുള്ളൂ. പക്ഷേ കൈസർക്ക് കൊടുക്കേണ്ടത് മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഒരിക്കലും ആർക്കും മായ്ച്ചു കളയുവാൻ അവകാശമില്ലാത്ത അടയാളങ്ങളാണ് എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അത് അറിയണമെങ്കിൽ നാം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ പഠിച്ചാൽ മാത്രമേ കൈസർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നതിനെപ്പറ്റി യഥാർത്ഥത്തിൽ നാം കൊടുക്കേണ്ടത്. ആത്മീകമായി പ്രബുദ്ധതയുള്ളൊരു ജനം കൈസർക്ക് എന്താണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ മനസ്സുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയുവാനുള്ള കടമയുണ്ട്. ദൈവത്തിന് നാം കൊടുക്കേണ്ടത് പൈസയോ നമ്മുടെ സമ്പത്തോ ഒന്നുമല്ല, നമ്മുടെ മുഖസ്തുതിയോ അല്പം ആരാധനാക്രമങ്ങളോ ഒന്നുമല്ല, അതും ഇതുമായി പുലബന്ധം പോലുമല്ല. നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവം ആര് എന്നറിഞ്ഞിട്ട് അവൻ അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും കൊടുക്കുക, അതിൻ്റെ ഫലമായി ദൈവഹിതത്തെ ആരാഞ്ഞറിഞ്ഞ് അനുസരിക്കുക എന്നുള്ളതാണ്. നാം എന്തുകൊണ്ട് ദൈവഹിതത്തെ ആരാഞ്ഞ് അനുസരിക്കണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉദാത്തമായ സാധ്യതകൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രതീകത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് മറഞ്ഞു കിടക്കുന്ന വെളിച്ചം അത് ബഹിർഗമിക്കണമെങ്കിൽ, അത് വെളിപ്പെട്ടു വരണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അതാണ് യേശു പറഞ്ഞത്, അതെൻ്റെ മാർഗം. എന്താണ് എൻ്റെ മാർഗം? ഞാൻ പിതാവിൻ്റെ ഹിതത്തെ നിർവഹിക്കുന്നത് എൻ്റെ ഭക്ഷണപാനീയമായി കണ്ടിരിക്കുന്നു. അങ്ങനെ മാത്രമേ യേശുവിന് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ സാധിച്ചുള്ളൂ. യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാവർത്തികമായ അർത്ഥം ഇതാണ്. ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിയുമ്പോൾ യേശു മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും, സ്ത്രീ പുരുഷ യുവതി യുവാക്കന്മാരായ ആബാലവൃദ്ധമാളുകൾ അവിടെ ഉള്ളിലുള്ള ഇപ്പോൾ മറഞ്ഞു കിടക്കുന്ന നിർവീര്യമായി സ്ഥിതി ചെയ്യുന്ന വെളിച്ചത്തെ പ്രകടിപ്പിക്കുവാനുള്ള ക്ഷമത പ്രാപിക്കുന്നു. തൽഫലമായി ഒരു സമൂഹം വെളിച്ചത്തിൻ്റെ ദീപാവലിയായി രൂപാന്തരപ്പെടുന്നു. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭാഷയിൽ പറയുന്ന ദീപാവലിയായി. വടക്കേന്ത്യയിൽ ദീപാവലി എന്നും ഇവിടെ ദീപാവലി എന്നും പറയുന്നു. അതുകൊണ്ട് അങ്ങനെ അതാണ് രാഷ്ട്രീയം. ഇത് ഏകദേശം ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടൽ ഏതാണ്ട് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തെപ്പറ്റി പുസ്തകം എഴുതുമ്പോൾ, പൊളിറ്റിക്സ് എന്ന പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നല്ല മനുഷ്യരെ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കണം എന്ന അന്വേഷണമാണ്. അതുകൊണ്ട് എത്തിക്സ് എന്ന പുസ്തകം എഴുതി. സന്മാർഗബോധം എന്താണ് എന്നറിയാതെ രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നവൻ രാഷ്ട്രീയത്തെ ആയുധമായി ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാൻ മാത്രം താല്പര്യമുള്ളവനാണ് എന്ന് അരിസ്റ്റോട്ടലിൻ്റെ ഗുരുവായ പ്ലേറ്റോയും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന വിഖ്യാതമായ പുസ്തകത്തിൽ പറയുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള ആളുകളെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറയുന്നത്, ആർക്കെങ്കിലും രാഷ്ട്രീയത്തിൽ വന്നൊരു കസേര പിടിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെയുള്ള ആളുകളിൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവിൻ. കാരണം അവരാരും സതുദ്ദേശമുള്ളവരല്ല. യാതൊരു സ്ഥാനവും മാനവും കാക്ഷിക്കാതെ ഇതിൽ നിന്നൊക്കെയും വേറിട്ട് നിന്ന് ആത്മാഭിമാനവും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും സന്തോഷമെന്നും കരുതുന്ന ആളുകളുണ്ടായെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുവാൻ ഒരിക്കലും താല്പര്യമുണ്ടാകുകയില്ല എന്നതുകൊണ്ട് അവരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള പബ്ലിക് റെസ്പോൺസിബിലിറ്റീസ്, പൊതുവായ ചുമതലകൾ അവരെ ഏൽപ്പിക്കണം. അവർ ഏൽക്കാൻ മടിച്ചാൽ അവരെ ശിക്ഷിക്കണമെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നാം കാണുന്ന ഏറ്റവും മുഖ്യമായ സ്വഭാവം എന്താണ്? എനിക്ക് കസേര വേണം, കസേര വേണം, കസേര വേണം. അതിനുവേണ്ടി ഏത് അധർമ്മവും ചെയ്ത് കളയും. ദൈവത്തെ തൊട്ട് തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ വരെ ഞാൻ അപമാനിക്കും, ദുരുപയോഗം ചെയ്യും. ഈ അത്യാർത്തി, അതിൽ നിന്ന് മനുഷ്യർക്ക് നന്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കത്തക്കവണ്ണമുള്ള ആത്മഹത്യാപരമായ മണ്ടത്തരം, ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ
പരിണിതഫലം എത്ര ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രാജ്യത്തെ മുടിക്കുന്നത് രാഷ്ട്രീയമാണ്. ഏതാണ്ട് 200-250 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന ബൗദ്ധിക അധികായൻ പറഞ്ഞു, പൊളിറ്റിക്സ് ഈസ് ദി ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് എ സ്കൗണ്ടറൽ. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയമാണ് രാഷ്ട്രീയം. അതിനുശേഷം ബെർണാഡ് ഷോ പറഞ്ഞു, റിലിജ്യൻ ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ. മതമാണ് ഒരു തെമ്മാടിയുടെ ആത്യന്തികമായ അഭയം എന്ന്. ഇത് രണ്ടും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, എന്ത് ലഭിക്കും? അതാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിടുന്ന ചിന്തകളുടെ പ്രാധാന്യം, അതിൻ്റെ മൂർച്ച, അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. അതേറ്റവും പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമയുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ആധികാരിക സ്വഭാവം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? ദൈവത്തോടുള്ള നമ്മുടെ ആത്യന്തികമായ കടപ്പാട്. ആ കടപ്പാട് എന്താണ്? ദൈവം നമ്മെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിശ്ചയമായിട്ടുള്ള മഹനീയമായ സാധ്യതകളെ മാനിക്കുകയും വിലമതിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് അന്യർക്കനുഗ്രഹമായി തീരത്തക്കവണ്ണം നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതാണ് നാം ദൈവത്തിന് കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ നാം കൂട്ടാക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്. അപ്രകാരം ആരെങ്കിലും കൂട്ടാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാൻ താല്പര്യമുള്ളൊരു ജനതയെ സൃഷ്ടിച്ചാൽ, രാഷ്ട്രീയത്തിൽ നാം ഇന്ന് കാണുന്ന ആഗോളതലത്തിൽ ഭൂമിയുടെ പരപ്പിൽ എല്ലായിടത്തും കാണുന്ന ഭീകരത, ചെറ്റത്തരം, ജനവഞ്ചന, ക്രൂരത, അക്രമം, ഇതൊക്കെയും താനേ ഇല്ലാതെയാകും. ആരും ഇതിനെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ നശിച്ചു പോകുന്ന രോഗവുമല്ല ഇത്. ഈ രോഗശാന്തിക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഉള്ളിലുള്ള വെളിച്ചം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കതായൊരു ദർശനമുള്ള രാഷ്ട്രീയം ഉണ്ടാകണം. അപ്രകാരമുള്ള രാഷ്ട്രീയം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയെങ്കിലും വിഭാവന ചെയ്തിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് നാം പറയുന്നയാൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഉത്സവമായ, ഇപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നാഷണൽ ഫെസ്റ്റിവലായ ഓണം, ആ ഓണത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: നീതിപൂർവം ഭരിക്കുന്ന, സത്യസന്ധനായി ഭരിക്കുന്ന ഒരു രാജാവിന് ഈ ഭൂമിയുടെ പരപ്പിൽ വസിക്കുവാൻ അവകാശമില്ല. അവൻ്റെ ആദ്യത്തെ ശത്രു ദൈവങ്ങളായിരിക്കുമെന്നാണ്. മഹാബലിയെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുവാൻ കടന്നു വരുന്നത് മഹാവിഷ്ണുവാണ്. ഇപ്പോൾ ആ കഥ മാറ്റി എഴുതാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റി എഴുതിക്കഴിഞ്ഞു. വിക്കിപീഡിയ നിങ്ങളിപ്പോൾ വായിച്ചാൽ ഈ കഥ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല. കാരണം കഥകളെ സ്വന്തം താല്പര്യമനുസരിച്ച് വളച്ചൊടിച്ച് വീണ്ടും സൃഷ്ടിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതും ഈ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു അജണ്ടയാണ്. സത്യത്തിന് ഒരു വിധത്തിലും കാലുകുത്തി നിൽക്കാൻ ഒരു ഇഞ്ച് ഇടയുണ്ടാകരുത് എന്നത് ഇപ്പോൾ നമ്മെ ഭരിക്കുന്ന, നടുക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആധികാരികമായ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി താൻ അവലംബിച്ച രാഷ്ട്രീയമായ ദൗത്യത്തിൽ സത്യത്തിന് മുഖ്യ പ്രാധാന്യം കൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സത്യം മൂലം, അല്ലെങ്കിൽ ദൈവികമായ ഈ ഒരു മൂല്യം മൂലം, മഹാത്മാഗാന്ധി സത്യത്തെ അറിഞ്ഞത് ദൈവത്തിൻ്റെ ആധികാരിക സ്വഭാവമായിട്ടാണ്. സത്യം തന്നെ ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ സത്യത്തിൻ്റെ പാതയിൽ അന്വേഷിക്കണം, സഞ്ചരിക്കണം, സത്യത്തിൻ്റെ പാതയെ അവലംബിക്കണം. സത്യത്തിൽ നിന്ന് ഒരു വിധത്തിലും വേറിട്ട് സഞ്ചരിപ്പാനോ പ്രവർത്തിപ്പാനോ ഇടയാകരുത് എന്നുള്ള സമർപ്പണത്തിൽ കൂടെ മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കണ്ടെത്താൻ സാധിക്കുന്നു. ക്രിസ്തുമതം അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി, എന്നാൽ അതിനോട് വളരെ വളരെ അടുത്ത് ദൈവത്തെ സ്നേഹമായി അറിയുകയും സ്നേഹത്തിൻ്റെ പാതയിൽ മനുഷ്യൻ സഞ്ചരിച്ചാൽ അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കണ്ടെത്തുവാനും അതിനനുസരിച്ച് അവൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാനും സാധിക്കുമെന്ന കണ്ടുപിടുത്തമാണ് ക്രിസ്തീയ രാഷ്ട്രീയം. സുവിശേഷ അധിഷ്ഠിതമായൊരു രാഷ്ട്രീയം. പക്ഷേ ഈ രാഷ്ട്രീയം ഇതെന്ന് തിരിച്ചറിയാൻ മേത്ത മെത്രാന്മാരാണ് ഇപ്പോൾ ജനങ്ങളുടെ മൃഗീയമായ വികാരങ്ങളെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയവും സാമ്പത്തികമായ
കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാല് നക്കി നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അധപ്പതനം എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സന്ധി പാലിപ്പാൻ എനിക്ക് കഴിയാത്തത് എന്ന് ഞാൻ പാലിച്ചിരിക്കുന്ന തിരിച്ചറിവുകൾ മുഖാന്തരം ഇപ്രകാരമുള്ള അഴിമതിയുടെ ലക്ഷണങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ ഒരു വിധത്തിലും സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ വ്യക്തമായ നിലപാടുകൾ ഇതിനെതിരെ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. പലരും ഇതിനെ വിചാരിക്കുന്നത് എനിക്ക് ആരുണ്ടോ കുലശത്രുതയുണ്ട് എന്നതാണ്. അങ്ങനെ വിചാരിച്ച ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യം എന്താണെന്ന് ദൈവം അറിയുന്നു. സത്യമെന്താണെന്ന് എന്നെ ഇപ്രകാരം വികൃതപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആളുകളും അറിയുന്നു. പക്ഷേ ആ സത്യത്തെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല എന്നതോർത്ത് ഞാൻ ദുഃഖിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അവസ്ഥയിൽ ഒരു സുപ്രധാനമായ ചുമതലയുണ്ട്. അതെന്താണ്? യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് ഭാരതത്തെ അറിയിക്കുക, സാക്ഷ്യപ്പെടുത്തുക, കൊട്ടിഘോഷിക്കുക, പുരമകളിൽ നിന്ന് വിളിച്ചറിയിക്കുക. നാം അത് ചെയ്യുന്നില്ല. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം അവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ ജാതികളോട് സുവിശേഷം അറിയിപ്പീൻ, പ്രീച്ച് ടു ദ നേഷൻസ് എന്നാണ് ആ വാക്കാണ്. പീപ്പിൾ, നേഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഗ്രൂപ്പ്. അത് മലയാളത്തിൽ ജാതികളെന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ആ ട്രാൻസ്ലേഷൻ മാറ്റേണ്ട കാലമായി. നിങ്ങൾ ജനതകളോട് സുവിശേഷം അറിയിപ്പീൻ എന്നാണ് വാസ്തവത്തിൽ അവിടെ വരേണ്ടത്. ആ സുവിശേഷം എന്താണ്? ആ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. എന്നാൽ ഇന്ന് ആ കത്തിച്ച വിളക്ക് പറയും കീഴിലിരിക്കുന്നത് കൊണ്ട് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം കാണുവാനുള്ള ഭാഗ്യം ലോകത്തിന് ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയമായ മുന്നേറ്റം അല്ലെങ്കിൽ ചുമതല അല്ലെങ്കിൽ കടമ, അജണ്ട, ഈ പറയിൻ കീഴിലിരിക്കുന്ന വെളിച്ചം, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം, അതിനെ ഒന്ന് സ്വതന്ത്രമാക്കിയിട്ട്, അതിന് വിടുതൽ നൽകിയിട്ട്, അതിനെ പ്രാവർത്തികമാക്കുക. ആ വെളിച്ചം ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുകയും ഒരു സമൂഹമാകമാനം ദീപ്തമായി തീരുകയും ചെയ്യുന്ന ആ അതിമനോഹരമായ അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തിനൊരു സമൂഹത്തിന് കടന്നു വരുവാൻ കഴിയത്തക്കവണ്ണം ആ രാജ്യത്തോട് ബന്ധം പുലർത്തുക, ആ രാജ്യത്തിലെ പൗരന്മാരായി അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ അവകാശികളായി ചുമതല ബോധത്തോടെ വസിക്കുക എന്നതാണ് ദൈവത്തെ അറിയുന്ന ആളുകളുടെ ചുമതല. അല്ലാതെ കപ്പലണ്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ 2 രൂപയുടെ അല്ലെങ്കിൽ റബ്ബറിൻ്റെ താങ്ങുവിലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്താൽ പോലീസ് സംരക്ഷണം ലഭിക്കും, റേപ്പ് തൊട്ട് കൊലപാതകം വരെ ചെയ്താൽ നിയമത്തിൻ്റെ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ടു നിൽക്കാം എന്ന താല്പര്യം കൊണ്ട് മാത്രം രാഷ്ട്രീയ നേതാക്കന്മാരുടെ, അവരേതൊക്കെ അധർമ്മം ചെയ്യുന്നവരാണെങ്കിലും കാല് പിടിച്ച് നിൽക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, യേശുവിന് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിന് രോഗശാന്തി വരുത്തുക എന്ന ദൗത്യമായിരുന്നു യേശുവിൻ്റെ രാഷ്ട്രീയം. എന്താണ് രാഷ്ട്രീയത്തിൻ്റെ രോഗം? മനുഷ്യൻ്റെ ഏറ്റവും നികൃഷ്ടമായ വികാരങ്ങളെയും രുചികളെയും ചായ്വുകളെയും ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യനെ അടിമയാക്കി അവനെ ദുരുപയോഗം ചെയ്ത് ചില ആളുകളുടെ അമിതമായ ലാഭത്തിനും അധികാര സംരക്ഷണത്തിനും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പൈശാചികമായ ദർശനത്തെയും സമീപനത്തെയുമാണ് അന്നത്തെ രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് രാഷ്ട്രീയം ദി ആർട്ട് ഓഫ് ദ പോസിബിൾ. എന്തും ചെയ്യാം, പിടിക്കപ്പെടാതിരുന്നാൽ മതി. ഇവിടെ സത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്, സത്യാനന്തര രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ വലിയ ഭ്രാന്ത്, പൈശാചികമായ ഭ്രാന്ത്, അതിൽ അഭിമാനം കാണുന്ന ഒരു ജനത, അതിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആത്മീയമായൊരു ചുമതലയുണ്ട്. ആ ചുമതല തിരിച്ചറിയുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും അതിനെ ലോകത്തോട്
സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള പരിപാവനമായ കടമ നമുക്കേവർക്കുമുണ്ട്. ആ കടമ നിർവഹിക്കുമ്പോൾ ആരും ലാഭം പ്രതീക്ഷിക്കരുത്. ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും ദൈവത്തിൻ്റെ പുറകെ പോകാൻ സാധ്യമല്ല, ദൈവികമായ ദൗത്യം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നതാണ് ചെറുപ്പം മുതലേ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ വഴിയെ സഞ്ചരിപ്പാൻ ഇടയായതിൽ അത് തന്മൂലം ലഭിച്ച വലിയ കൃപകളിൽ ഞാൻ വിനീതമായ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും ഇതാണ് യേശുവിൻ്റെ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഉള്ളടക്കമെന്ന് ഒരിക്കൽ കൂടെ അടിവരയിട്ട് പ്രസ്താവിച്ചുകൊണ്ടും സാക്ഷീകരിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ.